ഇവത്തൊണ്ടകത്ത് പനി നമ്മത്തൊന്ന് പോയി നോക്കിയാലോ? എന്തായാലും എൻ്റെ താത്തി കൂട്ടുന്നുണ്ട്. ഹായ്, നമുക്കിന്ന് തക്കാളി ചോറുണ്ടാക്കിയാലോ? ഞാനും എമിലും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ എമില് വെളുത്തുള്ളി തൊടിച്ചാണ് ഗൈസ്. അയ്യോ, താത്ത വരെ അരച്ചില് തോന്നിട്ടുണ്ടല്ലോ. എന്തിനാ പോലെ തലയിന്? അപ്പോ ഗൈസ്, ഇതാണ് കാര്യം. താത്ത ഉള്ളി അരിയാണ്. നമ്മക്ക് ഇനി പുറത്തെ വിശേഷം നോക്കാം. മഴ പകത്ത് വീഴുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കുനുകുലാന്ന് അരിഞ്ഞ തക്കാളിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം അടുപ്പിട്ട് ഒരു പാൻ ചൂടാത്ത വെച്ചാൽ അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് സവാള ഇടുക. സവാള നന്നായി വഴറ്റി കൊടുക്കണേ. നന്നായി വഴണ്ടി വരാൻ അല്പം ഉപ്പ് ചേർക്കാം. ശേഷം ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അവയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ലേശം ഗരം മസാല ചേർക്കാം. അല്പം കുരുമുളക് കൂടിയും ആഡ് ചെയ്യാം. ഞാമിൻ്റെ ടേണാണ്. അതിലേക്ക് തക്കാളി പച്ചമുളക് ചേർക്കാം. ഇനി തക്കാളി ഒക്കെ നന്നായിട്ട് വേവട്ടെ. തക്കാളി ചോറിന് എടുത്ത് വെച്ച ചോറാണിത്. അപ്പൊ പാത്രത്ത് കഴിഞ്ഞപ്പോ നമ്മുടെ തക്കാളി ഇപ്പൊ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ചോറ് ചേർത്ത് വെക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. അല്പം ഉപ്പ് ചേർത്താം. അപ്പൊ ഗൈസ്, നമ്മളെ തക്കാളി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തിന്നുന്നതിന് മുമ്പ് നമ്മൾക്ക് ഓമലേറ്റ് ഉണ്ടാക്കാം. ഓമലേറ്റ് ഒരു ചേർത്ത് തിന്നാ അടിപൊളിയായിട്ട്. അപ്പൊ നമ്മൾക്ക് ഇത് തിന്നാ തുടങ്ങാം. അല്ല ഗൈസ്, സൂപ്പർ ആയിട്ടാണ്. അപ്പൊ നമ്മൾ വീണ്ടും കാണാം. ബൈ.